മറ്റൊന്ന് ഇന്ന് പുറത്ത് വന്നിട്ടുള്ള ഒരു ശബ്ദരേഖ, അതുമായി ബന്ധപ്പെട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഗൂഢാലോചന നടന്നതായിട്ട് ന്യായമായും ബി ജെ പിയുമായി ബന്ധപ്പെട്ട ഒരു ഗൂഢാലോചന നടന്നതായിട്ട് ന്യായമായും സംശയിക്കേണ്ടി വരും. കാരണം ബി ജെ പിയുടെ ഒരു സംഘടനയിൽപ്പെട്ട ഒരാളാണ് ഇതുമായി ബന്ധപ്പെട്ട ആക്ഷേപം ഉന്നയിച്ചത്. ആ ആക്ഷേപം ഉന്നയിച്ച വ്യക്തിക്ക് ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റുമായിട്ട് ബന്ധമുണ്ടായിരുന്നു, ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റുമായിട്ട് ഈ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഈ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റിൻ്റെ സ്വഭാവത്തെ സംബന്ധിച്ച് നല്ല ബോധ്യമുള്ളതുകൊണ്ടും നേരത്തെ അദ്ദേഹത്തിന് യുവമോർച്ചയിലുണ്ടായിരുന്ന സമയത്ത് അന്നത്തെ യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ എന്ത് സ്വഭാവ സവിശേഷതയുടെ പേരിലാണ് കുറച്ചു കാലം മാറ്റി നിർത്തിയതെന്ന് കൂടി അന്വേഷിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ സംശയം കൂടുന്നതാണ്. മാത്രമല്ല, തിരുവനന്തപുരത്ത് വരുമ്പോൾ കാണാമെന്നൊക്കെ ഇദ്ദേഹം ചില ആളുകൾക്ക് മെസ്സേജ് അയച്ചത്, ബി ജെ പിയുടെ ഇപ്പോഴത്തെ ജില്ലാ പ്രസിഡന്റ് മെസ്സേജ് അയച്ചത് അത് ആർക്കായിരുന്നു എന്നൊക്കെ അദ്ദേഹം തന്നെ പറയട്ടെ, അല്ലെങ്കിൽ ഇതൊക്കെ വരും ദിവസങ്ങളിൽ പുറത്തു വരും. എന്തായാലും അദ്ദേഹത്തിൻ്റെ സ്വഭാവ സവിശേഷത എന്താണെന്നുള്ളത് പാലക്കാട്ടെ ആളുകൾക്കും അറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും സംശയം ആ രീതിയിലും ഉണ്ടാകേണ്ടി വരും. എന്തായാലും ഞാനൊന്ന് കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അത് സംശയിക്കാൻ കാരണം ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റുമായി ഈ ആക്ഷേപം ഉന്നയിച്ച ആൾക്ക് ബന്ധമുണ്ടെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന് ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റിനുള്ള സ്വഭാവ സവിശേഷതയാണ്. അദ്ദേഹം യുവമോർച്ചയിലുണ്ടാകുന്ന സമയത്ത് യുവമോർച്ചയുടെ തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള ഒരു ചെറുപ്പക്കാരനായ പ്രവർത്തകനുമായി ബന്ധപ്പെട്ട് എന്ത് സവിശേഷമായിട്ടുള്ള ബന്ധമാണ് ഉണ്ടായിരുന്നത്, എന്തിൻ്റെ പേരിലാണ് യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് അന്ന് മാറ്റി നിർത്തിയത്, ഇതൊക്കെ അന്വേഷിക്കട്ടെ. ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ള ഓഡിയോകളിൽ ഈ അവന്തിക മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിലാണ് ഗൂഢാലോചന ആരോപിക്കുന്നത്. ബാക്കിയൊന്നിലൊന്നും ആരും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരും പറയുന്നില്ല, അതിൽ ഇരകളുടെ പേരും ഒന്നും ഞാൻ പറഞ്ഞല്ലോ, ഇത്തരം കാര്യങ്ങളിലൊക്കെ നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ. സ്വാഭാവികമായിട്ടും പാർട്ടി എടുക്കേണ്ട നടപടികൾ, രാഷ്ട്രീയമായിട്ട് എടുക്കേണ്ട നടപടികൾ അത് പാർട്ടി സ്വീകരിക്കും, കോൺഗ്രസ് പാർട്ടി സ്വീകരിക്കും. ഈ വിഷയത്തിൽ ഞാൻ പറയാൻ കാരണം ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് ചില സംശയങ്ങളുള്ളത് സ്വാഭാവികമായിട്ടും ഈ ജില്ലാ പ്രസിഡന്റ് സ്വഭാവ സവിശേഷത അറിയുന്നതുകൊണ്ടാണ്. അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾ പാലക്കാട് അന്വേഷിച്ചാൽ മതി. അദ്ദേഹത്തിൻ്റെ ഇരട്ടപ്പേരെന്താണ് പാലക്കാട് എന്ന് അന്വേഷിച്ചാൽ മതി. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് ഉന്നയിക്കുന്നതിന് പിന്നെ രാജേഷിനും വലിയ പങ്കുണ്ട്, അല്ലെങ്കിൽ അതൊരു പങ്കുണ്ടായിരിക്കാം. ബി ജെ പിയുടെ പാലക്കാട് ജില്ലാ പ്രസിഡന്റുമായി ബന്ധപ്പെട്ട് അവരുമായിട്ട് ഈ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു ആരാ പറഞ്ഞത്? ഈ ആക്ഷേപം ഉന്നയിച്ച ആൾ തന്നെ പറഞ്ഞല്ലേ. അപ്പോൾ അദ്ദേഹം ആർക്കൊക്കെ മെസ്സേജ് അയച്ചിരുന്നു, അദ്ദേഹത്തിൻ്റെ ഇവരുമായിട്ടുള്ള ബന്ധം എന്താണ്, ഇതൊക്കെ സ്വാഭാവികമായിട്ടും അന്വേഷിക്കപ്പെടട്ടെ. അതല്ലെങ്കിൽ ഇതൊക്കെ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന് സ്വാഭാവികമായിട്ടും അന്വേഷിക്കപ്പെടണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ താല്പര്യം. ഇതിപ്പോൾ ഈ ശബ്ദരേഖ പുറത്തു വന്നുകൊണ്ട് പറയുകയാണ്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ പുറത്ത് വന്നല്ലോ, ഇപ്പോൾ പറഞ്ഞത് വളരെ പഴയ സംസാരം എന്ന് പറയുന്നു, പിന്നെ പറയുന്നു 2 ആഴ്ച പഴക്കമുള്ളതെന്ന് പറയുന്നു. സ്വാഭാവികമായിട്ടും സംശയം ജനിപ്പിക്കുന്നത് ചെയ്യും. രാജിവെക്കണമെന്ന ആവശ്യം ഔദ്യോഗികമായി കോൺഗ്രസ്, എം എൽ എ സ്ഥാനം രാജിവെക്കുന്ന ആവശ്യം ഔദ്യോഗികമായി കോൺഗ്രസ് എടുക്കുക. പക്ഷേ ആ തീരുമാനം വൈകുന്നത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. കാരണം നിരന്തരം വാർത്തകൾ വിവാദങ്ങൾ തുടരുകയാണ്. അല്ല, കോൺഗ്രസ് പാർട്ടി എന്ത് തീരുമാനമെടുത്തോ അതിനൊപ്പമാണ് ഒരു കോൺഗ്രസ് പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് ഞാനുള്ളത്. അത് സംബന്ധിച്ച് അതിൽ കൂടുതൽ ഒരു അഭിപ്രായം പറയാനില്ല. പാർട്ടിയുടെ തീരുമാനങ്ങൾ പ്രതിപക്ഷ നേതാവും ബഹുമാനപ്പെട്ട KPC പ്രസിഡന്റും ഒക്കെ കൃത്യമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. അതിലപ്പുറം ഒരു വാക്ക് പോലും പറയാനില്ല. അല്ല, അതിനെ സംബന്ധിച്ച് എനിക്കറിയില്ല. അത് പാർട്ടിയുടെ നിലപാട് കൃത്യസമയത്ത് പാർട്ടിയുടെ പ്രസിഡന്റും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും നിങ്ങളോട് പറയുന്നതാണ്. അതിലപ്പുറം ഒരു വാക്ക് ഈ ഗർഭഛിദ്രത്തിനും അതോടൊപ്പം തന്നെ ഭീഷണിപ്പെടുത്തുകയും എല്ലാം അല്ല, ഈ പറയുന്നത് നേരത്തെ ആ ആക്ഷേപം വന്ന സമയത്ത് തന്നെ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റുമായി സംസാരിച്ചു എന്ന് വ്യക്തമാക്കിയതാണ്. മാത്രമല്ല ബി ജെ പിയുടെ ഒരു പോഷക സംഘടനയിലെ ഭാരവാഹി കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിൽ സ്വാഭാവികമായിട്ട് സംശയിക്കേണ്ടി വരും. പ്രത്യേകിച്ച് ഈ പ്രസിഡന്റിൻ്റെ സ്വഭാവം അറിയുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഇരട്ടപ്പേരെന്താണ് പാലക്കാടെന്ന് ചോദിച്ചാൽ, മറ്റൊന്ന് ഈ MLA ഓഫീസിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട് സമരം നടത്തുന്ന ആളുകളെ കാണുന്ന സമയത്ത് വാസവദത്ത് പോലും ചമ്മിപ്പോകുമെന്നാണ് പറയുന്നത്. പാലക്കാട്ടെ ബി ജെ പിയുമായി ബന്ധപ്പെട്ട് ബി ജെ പിയുടെ പാലക്കാട്ടെ ഏറ്റവും സമുന്നതനായിട്ടുള്ള നേതാവ് പാൽ സൊസൈറ്റി നേതാവ്. ആ പാൽ സൊസൈറ്റി നേതാവിൻ്റെ സ്വന്തം കുടുംബത്തിലെ ഏറ്റവും അടുത്ത പെൺകുട്ടി പോയിട്ട് അങ്ങേയറ്റം മോശമായിട്ട് ലൈംഗിക അതിക്രമം നടത്തിയതിൻ്റെ പരാതി RSSൻ്റെ സംസ്ഥാന കാര്യാലയത്തിൽ പോയി പറഞ്ഞിട്ടുണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. ആ കുട്ടിക്ക് ഇപ്പോഴും പരാതി ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. ആ കുട്ടി ഭയന്നിട്ടാണ് പുറത്തു വരാത്തത്. എന്നിട്ട് ഇവരൊക്കെയാണ് ഈ വലിയ വാസവദത്തയുടെ ചരിത്ര പ്രസംഗം പോലെ ഇങ്ങനെ ഓഫീസിലേക്കൊക്കെ മാർച്ച് നടന്നത്. ഇത്ര ഞാൻ പറയുന്നുള്ളൂ, ബാക്കി പിന്നീട് വിശദമായിട്ട് പറയാം കേട്ടോ.